ജൂലൈ 30 കാരുണ്യമാതാവ്. 1563 റഷ്യയിലെ സ്കോവിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ തിമോത്തി എന്ന 15 വയസ്സുള്ള ഇടയന് കാരുണ്യമാതാവിൻ്റെ ദർശനമുണ്ടായി. വെറോനിക്ക ഇടവകയിലെ സെയിൻറ്റ് ജോർജ് പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയിൽ നിന്നും 6 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഈ കുന്നിനെ അനുഗ്രഹിക്കും എന്നൊരശരീരി കേട്ടു. 1569 നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപം പൈൻ മരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. തിമോത്തി 40 ദിവസം അവിടെ പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞു. പ്രതിമയിൽ നിന്നും വന്ന നിർദ്ദേശമനുസരിച്ച് സകല വിശുദ്ധരുടെയും തിരുനാളിന് മുൻപുള്ള വെള്ളിയാഴ്ച ജനങ്ങൾ പ്രദക്ഷിണമായി കുന്നിനടുത്തെത്തി. അപ്പോൾ പെട്ടെന്ന് പ്രകാശജ്വാല കാണപ്പെടുകയും അന്തരീക്ഷമാകെ സുഗന്ധപൂരിതമാകുകയും ചെയ്തു. ആ പ്രകാശത്തിൽ പൈൻമരത്തിനു മുകളിൽ നിത്യസഹായ മാതാവിൻ്റെയും രൂപം എല്ലാവരും കണ്ടു. കാരുണ്യമാതാവിൻ്റെയും നിത്യസഹായ മാതാവിൻ്റെയും 2 സ്വരൂപങ്ങൾ പുതിയതായി നിർമ്മിച്ച ചാപ്പലിൽ സ്ഥാപിച്ചു. ആവേ മരിയ.